Hi, good morning. Appo namukku ennoru thoran ഉണ്ടാക്കിയാലോ വീട്ടിലെ ക്യാരറ്റ് cabbage അതുപോലെ തന്നെ പല തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിൾസും കിട്ടുന്ന അത്രയും ക്വാണ്ടിറ്റി എടുത്തോളൂ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി എടുക്കൂ എല്ലാം ചേർത്ത് നമുക്ക് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാം നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും തോരന് പറ്റിയ വെജിറ്റബിൾസ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾ അങ്ങ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു തോരൻ ഉണ്ടാക്കും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വലിയ ക്യാരറ്റ് അല്ല കേട്ടോ ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു ക്യാബേജിന്റെ ഒരു നാലിലൊരു ഭാഗത്തിലും താഴെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 8-10 ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ബീട്രൂട്ട് എടുക്കാം അതുപോലെ തന്നെ പൊട്ടറ്റോ എടുക്കാം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളൂ നമ്മളിത് വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത് ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ആവിയിൽ വേവുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം പിന്നെ സവോളയ്ക്ക് പകരമായിട്ട് ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയതും ഒരു ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം സവോള ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക എല്ലാം ഒരുമിച്ച് ചേർത്ത് വേവിക്കാൻ വെക്കരുത് ഓരോന്നിനും ഓരോ വേവാണ് അതനുസരിച്ച് നമ്മൾ പല വെജിറ്റബിൾസും പല സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സവോള കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക സവോളയൊക്കെ വേഗം കുക്കാവുന്നതാണ് എങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ക്യാബേജൊക്കെ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് കുറച്ച് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ക്യാപ്സിക്കം മാത്രം ലാസ്റ്റ് ആഡ് ചെയ്യുക അതൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറയാം അപ്പോൾ ഞാൻ സവോള കട്ട് ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു തോരൻ ചെയ്യുക ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറ്റൽമുളകിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കുകയാണ് ബീൻസിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണ് ബീൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബീൻസിന്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഇത് രണ്ടും ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം കൊണ്ട് കുക്കായി കിട്ടും പക്ഷെ എല്ലാം ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഞാൻ ചേർക്കുന്നില്ല പതുക്കെ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി ഇനി നമുക്കൊന്ന് തുറക്കാം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിനെല്ലാം ആവശ്യമായ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ അരപ്പിനും കൂടി ചേർത്താണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാബേജ് ആണ് ക്യാപ്സിക്കം ലാസ്റ്റ് മാത്രം ചേർക്കുക ക്യാബേജും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പിന്റെ കാര്യങ്ങൾ നോക്കാം സവോളയും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ക്യാപ്സിക്കം സവോളയൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് കുക്കായി വരണം എന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ക്യാപ്സിക്കം ഒഴികെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞിട്ട് 1-2 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം പക്ഷെ ആ വെള്ളം തളിച്ചു കൊടുത്ത് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം ഞാനിപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ 2 പച്ചമുളക് എടുത്തോളൂ പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എടുത്തോളൂ പിന്നെ വേണ്ടത് 2 പിഞ്ച് നല്ല ജീരകം നമ്മുടെ ക്യൂമിൻ സീഡ്സ്
ഒരു 4-5 ഇതള് കറിവേപ്പില ഇത്രയും ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അവിയലിന്റെ ഭാഗത്തിൽ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കുറവായിട്ട് അരയ്ക്കുക. തോരന്റെ ഭാഗത്തിൽ അരയ്ക്കുമ്പോൾ അരപ്പ് നന്നായിട്ട് അരയരുത്. ഇതൊന്ന് കറക്കിയെടുക്കുക. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയിൽ. പച്ചമുളക് ഒന്ന് നന്നായിട്ട് അരഞ്ഞു പോരുത്. അപ്പൊ ഇതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരട്ടെ. അപ്പൊ ഇതാ ഞാൻ തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒന്ന് മുറിഞ്ഞു വന്നിട്ടുണ്ട്, അരിഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ തോരന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വീണ്ടും തുറക്കാം. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കടിക്കാൻ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓരോ വെജിറ്റബിൾസും കുക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് ചേർത്ത് കുക്ക് ചെയ്യാതിരിക്കുന്നത്. സവോള ചേർത്തിട്ട് നമുക്ക് ഇനി ചേർക്കേണ്ടത് നമ്മുടെ അരപ്പാണ്. സവോളയൊന്നും ഒരുപാട് അങ്ങോട്ട് വാടി പോകണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ അധികം തേങ്ങ അരയ്ക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കുറച്ചല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് കുറച്ച് തേങ്ങ ചേർത്താൽ മതി. തേങ്ങയും എല്ലാം ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഇളക്കി ഒന്നുകൂടി 1.5 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർക്കാം. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായി നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും എല്ലാം ഒരുമിച്ചാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് അടച്ചു വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 1/2 മിനിറ്റ് ഇനി കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ക്യാപ്സിക്കം ഓവർ കുക്കായി പോകരുത്. ക്യാപ്സിക്കവും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ്റെ പരിപാടി. അപ്പോൾ ബീട്രൂട്ടൊക്കെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ബീട്രൂട്ട് ആദ്യം ചേർക്കണം കേട്ടോ. ക്യാരറ്റും ബീൻസും ഒക്കെ ചേർക്കുന്നതിന് മുന്നേ ബീട്രൂട്ട് ചേർക്കണം. ബീട്രൂട്ടിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ ഓരോ വെജിറ്റബിൾസിൻ്റെയും കുക്കിംഗ് ടൈം നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസ് അനുസരിച്ച് ആദ്യം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് വേഗം റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തോരൻ അത്യാവശ്യം ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ ബാക്കി വരുന്ന വെജിറ്റബിൾസ് എല്ലാം എടുത്തു വെച്ച് ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവും. ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനപ്പോൾ ഇതൊന്ന് 1/2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ തോരനെ അടച്ചു വെച്ചിട്ട് 1/2 മിനിറ്റ് ആയി. ഇത് കണ്ടോ, ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും കളർ മാറിപ്പോയിട്ടില്ല. ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറിപ്പോവാതെ തന്നെ നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതാണ് ഞാൻ 1/2 മിനിറ്റ് ടൈം പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.